ഗുഡ് മോർണിംഗ്. സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്, ഇംഗ്ലീഷിൻ്റെ. അതിലെ ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ലിസൺ ആൻഡ് ഡു. ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഡു വാട്ട് ദ ടീച്ചർ സേസ്. നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിനെ കേൾക്കുക. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഡു വാട്ട് ടീച്ചർ ഇസ് സെയിങ്. ഓക്കെ, ടീച്ചർ എന്താണോ പറയുന്നത് അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക. നോക്കിയേ, ആ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്? കുറച്ച് ആനിമൽസിനെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു കുരങ്ങനുണ്ട്, ഒരു മങ്കി ഉണ്ട്, കുറച്ച് ബേർഡ്സ് ഉണ്ട്, കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്, ഒരു ചെറിയ ഒരു കുറ്റിക്കാട് പോലെ ഉണ്ട്, ബുഷസ് ഉണ്ട്, വെഹിക്കിൾസ് ഉണ്ട്. അതിൽ ബസ്സിനെ നോക്കിയേ, ബസ്സിന് എന്തില്ല? വീൽസ് ഇല്ല. അപ്പോൾ ടീച്ചർ ചിലപ്പം പറയും ഡ്രോ എ വീൽ. ഓക്കെ, ഡ്രോ പ്രോപ്പർ വീൽസ് ഫോർ ദ ബസ്. ബസ്സിന് പ്രോപ്പറായിട്ടുള്ള വീൽസ് കൊടുക്കണം എന്ന് പറയും. അതുപോലെ തന്നെ ചില സമയത്ത് 2 ബോൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ ബിഗ് ബോളിന് ടിക്കിടാൻ വേണ്ടി പറയും. ഒരു കുരങ്ങനേ ഉള്ളൂ, ഒരു മങ്കിയേ ഉള്ളൂ, അതിനെ സർക്കിൾ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ ഡിപ്പെൻസ്, എന്താണോ ടീച്ചർ പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക. രണ്ടാമത്തെ ആക്ടിവിറ്റി, റീഡ് ആൻഡ് മാർക്ക്. ഇറ്റ്സ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ, നിങ്ങൾക്ക് വേഗം കിട്ടും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മക്കൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. റീഡ് ദ സെൻറ്റൻസസ് ആൻഡ് ഗിവ് ടിക്ക് അഗെയിൻസ്റ്റ് ദ കറക്റ്റ് പിക്ചർ. 2 ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിൽ കറക്റ്റ് ചിത്രത്തിന് എൻ്റെ മക്കൾ ടിക്ക് മാർക്ക് ഇടണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ ബസ് ഈസ് ഓൺ ദ റോഡ്. 2 ചിത്രം കമ്പയർ ചെയ്യുക. ഏത് ചിത്രത്തിലാണോ ബസ് റോഡിൻ്റെ മുകളിലുള്ളത് ആ ചിത്രത്തിന് ടിക്ക് ഇടുക. അപ്പോൾ ഏത് ചിത്രമാണ്? ഒന്ന് വൃത്തി നോക്കിയാട്ടെ, 2ാമത്തെ ചിത്രമാണല്ലേ. ദ ബസ് ഈസ് ഓൺ ദ റോഡ്. അപ്പോൾ സെക്കൻഡ് പിക്ചറിനാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. ഇനി നോക്കിക്കോ, അടുത്ത ചിത്രം, പോളി ഹാസ് 3 eggs. 2 ചിത്രം കൊടുത്തിട്ടുണ്ട്, 2 തപ്പോളയുടെ 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നിൽ 1 എഗ്ഗ് മാത്രമേ ഉള്ളൂ, രണ്ടാമത്തേൽ എന്തുണ്ട്? 3 eggs ഉണ്ട്. അപ്പോൾ ഏതാ നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്? പോളി ഹാസ് 3 eggs. 2ാമത്തെ ചിത്രം നമ്മൾ ടിക്ക് ചെയ്യണം. മക്കൾ ചെയ്യണേ. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, ദ ഹോൺ ഫെൽ ഡൗൺ. ബസ്സിൻ്റെ ഹോണ് ഫെൽ ഡൗൺ, ഇറ്റ്സ് ഫെൽ ഡൗൺ, താഴെ വീണിട്ടുണ്ട്. അപ്പോൾ ഒരു ചിത്രത്തിൽ ടയർ വീണതായിട്ടാണ് കാണിക്കുന്നത്, വീല് വീണതായിട്ടാണ് കാണിക്കുന്നത്. അടുത്ത ചിത്രത്തിൽ, ഫസ്റ്റ് ചിത്രത്തിലാണ് ഹോൺ താഴെ കിടക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ചിത്രം ടിക്ക് ചെയ്യണം? ഫസ്റ്റ് ചിത്രം, ഫസ്റ്റ് പിക്ക് നമ്മൾ ടിക്ക് ചെയ്ത് വിടണം. അടുത്തത് നോക്കിയേ, റിൽ ഹാസ് എ റെഡ് റിങ്. നമ്മുടെ റില്ലിന് ഒരു റെഡ് റിങ് ഉണ്ട് കഴുത്തിൽ അല്ലേ? അപ്പോൾ ഏത് ചിത്രത്തിലാണ് ഉള്ളത് റെഡ് റിങ്? ഫസ്റ്റ് ചിത്രത്തിൽ. അപ്പോൾ ഫസ്റ്റ് ചിത്രത്തിന് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ടിക്ക് മാർക്ക് കൊടുക്കണം. ദെൻ അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദ കാർ ഹാസ് 2 lights. ഒന്നാമത്തെ കാറിനെ നോക്കിയേ, 2 ലൈറ്റും ഉണ്ടോ കാറിന്? ദ കാർ ഹാസ് 2 lights ഉണ്ടോ? ഇല്ല, ഒന്നാരോ എറിഞ്ഞ് പൊളിച്ചിട്ടുണ്ടല്ലോ മക്കളെ. അല്ലെങ്കിൽ എന്തോ ആക്സിഡൻ്റ് അങ്ങ് പറ്റിയപ്പോൾ അത് പോയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 2ാമത്തെ ചിത്രത്തിലാണ് എന്തുള്ളത്? ദ കാർ ഹാസ് 2 lights. കാറിന് 2 ലൈറ്റ് ഉള്ളത്. അപ്പോൾ എൻ്റെ മക്കൾ കറക്റ്റായിട്ട് ആ ചിത്രത്തിന് 2 ലൈറ്റുള്ള ചിത്രത്തിന് വേണം ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി 3ാമത്തെ ചിത്രം നോക്കിക്കോ, 3ാമത്തെ ആക്ടിവിറ്റി നോക്കിക്കോളൂ. അതൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. അതായത് നമ്മൾ ആ ചിത്രത്തിനെക്കുറിച്ച് ഒന്ന് എഴുതണം. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് കറക്റ്റ്ലി. നമുക്കവിടെ ഒരു ഓട്ടോ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് എൻ ഓട്ടോറിക്ഷ. ദ ഓട്ടോറിക്ഷ ഹാസ് സീറ്റ്സ്. ഓട്ടോറിക്ഷയ്ക്ക് എന്തുണ്ട്? സീറ്റ് ഉണ്ട്. ഇതൊരു ഓട്ടോ ആണ്. ഈ ഓട്ടോന് എന്തുണ്ട്? സീറ്റ് ഉണ്ട്, സീറ്റ്സ് ഉണ്ട് പ്രോപ്പറായിട്ട്. ദെൻ ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യണം. ദ ഓട്ടോറിക്ഷ ഹാസ് ഡാഷ്. ഓട്ടോന് എന്തുണ്ട്? ദ ഓട്ടോറിക്ഷ ഹാസ് 3 wheels എന്ന് എഴുതിക്കൂടെ? ഓട്ടോന് എന്തുണ്ട്? 3 wheels ഉണ്ട് അല്ലേ? ദ ഓട്ടോറിക്ഷ ഹാസ് 3 wheels. സ്പെല്ലിങ് പഠിക്കണേ, വീലിൻ്റെ ഒക്കെ സ്പെല്ലിങ് പഠിക്കണം, 3യുടെ ഒക്കെ സ്പെല്ലിങ് പഠിക്കണം കൃത്യമായിട്ട്. ഇനി 4ാമതും ആടേതോ ഒരു ലൈൻ, അതിലെന്തെഴുതും? ദ ഓട്ടോറിക്ഷ ഹാസ് എ ഹോൺ എന്ന് എഴുതിക്കൂടെ അല്ലേ? ഓട്ടോറിക്ഷയ്ക്ക് എന്തുണ്ട്? ഹോൺ ഉണ്ടെന്ന് എഴുതാം. അല്ലെങ്കിൽ എന്തെഴുതാം? ഓട്ടോന് മിറേഴ്സ് ഉണ്ടാവൂലേ? തന്നിരിക്കുന്ന ഓട്ടോന് മിറർ ഇല്ല അല്ലേ? ഇല്ല, അതുകൊണ്ട് നമുക്കത് വിടാം. അപ്പോൾ തൽക്കാലം ഇത്ര മതി. ദിസ് ഈസ് എൻ ഓട്ടോറിക്ഷ. ദ ഓട്ടോറിക്ഷ ഹാസ് സീറ്റ്സ്. ദ ഓട്ടോറിക്ഷ ഹാസ് എ ഹോൺ. ദ ഓട്ടോറിക്ഷ ഹാസ് 3 wheels. ഇത് എൻ്റെ മക്കൾ എഴുതുക. ഓക്കെ, നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അവിടുത്തെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമ്മുടെ പോളി ഒരു മരത്തിൻ്റെ പൊത്തിലുണ്ട്, ഒരു കോക്കനട്ട് ട്രീയുടെ പൊത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എലിഫൻറ്റ് വന്നിട്ട് അതിന് ഫുഡ് കൊടുക്കുകയാണ്.
അവർ പോളി ഡിയർ പോളി ഈറ്റ് ദിസ് ഡാഷ്. പിന്നെ ഒരു ഡാഷും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് പാരറ്റ് അവിടെ മുട്ട കടയിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട ഫുഡും കൊണ്ട് ആര് വന്നു? അതിൻ്റെ ഫ്രണ്ട്സ് വന്നു. എന്നിട്ട് അതിനോട് പറയാണ് അവർ പോളി ഡിയർ പോളി ഈറ്റ് ദിസ് ഡാഷ്. എന്ത് എഴുതണം നമ്മൾ? എന്താണ് ആദ്യം കൊടുക്കുന്നത്? ഒരു ആപ്പിൾ പോലെ ഉണ്ടല്ലേ, ആപ്പിളോ ഓറഞ്ചോ അങ്ങനെ എന്തോ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈറ്റ് ദിസ് ആപ്പിൾ പറയാലോ. അവർ പോളി ഡിയർ പോളി ഈറ്റ് ദിസ് ആപ്പിൾ. മനസ്സിലായോ? അതുപോലെ എന്തും കൂടി എഴുതാം. ആപ്പിൾ മാത്രമല്ലല്ലോ കയ്യിലുള്ളത്. ആനയുടെ പുറത്ത് നോക്കിയേ, ഒരു കൂടെ നിറച്ചും ഫ്രൂട്ട്സ് കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഈറ്റ് ദിസ് ഫ്രൂട്ട്സ് എന്നും കൂടെ പറഞ്ഞൂടെ? അപ്പോൾ ഈറ്റ് ദിസ് ആപ്പിൾ എന്ന് പറയാം. രണ്ടാമത്തെ ലൈനിൽ ഈറ്റ് ദിസ് ഫ്രൂട്ട്സ് എന്നും പറഞ്ഞൂടെ? അപ്പോൾ പോളി അതിന് ആൻസർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഡിയർ. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി, ലാസ്റ്റ് ആക്ടിവിറ്റി, 5th വൺ, ആഡ് എ ലൈൻ ടു ദ റൈം. ഒരു റൈം അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പോം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പോമിൽ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ലൈൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. നോക്കാം. 3 little parrots, Dill, Jill and Rill, sitting on the tree, singing happy songs. 3 പാരറ്റ്സ് ജില്ലും ഡില്ലും റില്ലും എവിടെ ഇരിക്കുന്നുണ്ട്? സിറ്റിംഗ് ഓൺ എ ട്രീ, ഒരു മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. സിംഗിങ് ഹാപ്പി സോങ്സ്, നല്ല ഹാപ്പി ആയിട്ടുള്ള അവരെന്ത് ചെയ്യുന്നുണ്ട്? പാട്ട് പാടുന്നുണ്ട്. രണ്ടാമത്തെ ചിത്രം നോക്കി. അവിടെ പാരറ്റ്സ് എന്താ ചെയ്യുന്നത്? അതാദ്യം നിങ്ങൾ ഓർത്ത് വെക്കണം. പാരറ്റ്സ് അവിടെ രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ ചെയ്യുന്നത്? അവർ പറക്കുകയാണല്ലേ. അവരിയ്ക്കുകയല്ല, അവരിപ്പം പറക്കുക. എവിടെയാ പറക്കുന്നത്? ഇൻ ദ സ്കൈ. അപ്പോൾ അത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? എൻ്റെ മക്കൾ എഴുതാൻ. അപ്പോൾ 3 little parrots, Dill, Jill and Rill, flying in the sky, singing happy songs. ഓക്കെ, അപ്പോൾ ബ്ലാങ്കിൽ എന്ത് എഴുതണം? ഫ്ലൈയിങ് ഇൻ ദ സ്കൈ എന്ന് എഴുതണം. ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ഓക്കെ, സിംഗിങ് ഹാപ്പി സോങ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഇത് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായിട്ട് വായിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഓക്കെ.